ഇപ്പോൾ സപ്പോർട്ടിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിൽ ഉയർന്ന ബൈയിങ് മൊമെന്റം വരാൻ സാധ്യതയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ്. ടാറ്റ ടെക്നോളജി ഇന്ന് 1.9% ഉയർന്ന് 1095 ട്രേഡ് ചെയ്യുന്നു. റീസെൻ്റ്ലി ടാറ്റ ഗ്രൂപ്പ് അതിൻ്റെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ബിസിനസ്സിനെ ഒരു പ്രത്യേക കമ്പനിയായി IPO വഴി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ തുടർച്ചയായ ഇടിവ് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്കടുത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ടാറ്റ ടെക്നോളജി എന്ന കമ്പനിയുടെ ഒരു കീ മാനേജ്മെൻറ്റ് പേഴ്സൺ TOIക്ക് അതായത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടർ അല്ല, മറിച്ച് എയറോസ്പേസ് സെക്ടർ ആയിരിക്കും വരും സമയങ്ങളിൽ ടാറ്റ ടെക്നോളജി എന്ന കമ്പനിയുടെ കീ ഗ്രോത്ത് വെർട്ടിക്കലായി പ്രവർത്തിക്കാൻ പോകുന്നത്. ടാറ്റ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ഫോൾട്ട് ഡിറ്റക്ഷൻ ടെക്നോളജി കണ്ടുപിടിക്കുകയും ഇത് വിവിധ എയർ ടാക്സി മേക്കേഴ്സിന് നൽകുന്നതിന് വേണ്ടി ചർച്ചകളിലും കൊളാബറേഷനിലും എത്തുകയും ചെയ്തിട്ടുണ്ട്. എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന എയർലൈൻ കമ്പനികൾ, മെയിൻ്റനൻസ്, റിപ്പയർ, ഓവറോൾ നടത്തുന്ന ഫിമുകൾ എന്നിവയുടെ റിപ്പയർ പ്രോസസ്സുകൾ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എയർക്രാഫ്റ്റിൻ്റെ എയർ ഫ്രെയിമുകളിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റത്തിലുമുള്ള ഫോൾട്ട് ഡിറ്റക്ഷൻ ടെക്നോളജി നടത്തുന്ന ഒരു ടെക്നോളജിയാണ് ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി ഗ്രൗണ്ടഡ് ആയിരിക്കുന്ന എയർക്രാഫ്റ്റുകളെ പെട്ടെന്ന് തന്നെ ഫ്ലൈയിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി വിവിധ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനികളായ എയർബസ്, GE, എയർ ഇന്ത്യ ഗ്രൂപ്പ് എയർലൈൻസ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് എന്നീ കമ്പനികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജി എന്ന കമ്പനി മറ്റൊരു സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്രൗണ്ടഡ് ആയ പാസഞ്ചർ എയർക്രാഫ്റ്റുകളെ ഫ്രൈറ്റർ എയർക്രാഫ്റ്റുകളായി കൺവേർട്ട് ചെയ്ത് നൽകുക എന്ന സർവീസ് ആയിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുക. ആൾറെഡി 5 മുതൽ 6 പാസഞ്ചർ എയർക്രാഫ്റ്റുകളെ ഫ്രൈറ്റർ എയർക്രാഫ്റ്റായി കമ്പനി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. എയർബസിൻ്റെ A320 എന്ന വളരെ വലിയ ഒരു പാസഞ്ചറിനെയും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. വരുന്ന 10 മുതൽ 15 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന 10 മുതൽ 15 വർഷത്തേക്ക് ഫ്രൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സെക്ടറിൽ നിന്നും കമ്പനിക്ക് ഡീസൻറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരിതം ഉപയോഗിച്ച് എയർഫ്രെയിമിലും എയർക്രാഫ്റ്റുകളുടെ വയറിങ്ങിലുമുള്ള ഫോൾട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഫോൾട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും എയർക്രാഫ്റ്റുകളെ ഗ്രൗണ്ടഡ് കണ്ടീഷനിൽ നിന്നും അല്ലെങ്കിൽ ഹാങ്ങറിൽ നിന്നും പെട്ടെന്ന് എയർവർത്തിയാക്കി മാറ്റാനും സാധിക്കും. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി എയർക്രാഫ്റ്റ് സ്പെയറുകളുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സർവീസ് സെക്ടറിലും പ്രവർത്തിക്കുന്നുണ്ട്. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 52 വീക്ക് ലോയിൽ നിന്നും ഒരു ബൈയിങ് മൊമെൻറ്റത്തോടു കൂടി 1195 ട്രേഡ് ചെയ്യുന്നു. 1200 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 1050 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇന്നത്തെ ദിവസം ഇറാഡ എന്ന സ്റ്റോക്ക് 7.6% ഉയർന്ന് 161 ട്രേഡ് ചെയ്യുന്നു. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.11. 52 വീക്ക് ഹൈ 215, 52 വീക്കിലോ 49. ഇറാഡ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ് S&P BSE മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ഇറാഡ, ടാറ്റ ടെക്നോളജി, JSW ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികൾ സ്ഥാനം പിടിച്ചു എന്ന അപ്ഡേറ്റാണ്. അതായത് ഏഷ്യ പ്രൈവറ്റ് ഇൻഡെക്സിൻ്റെയും S&P ഡോ ജോൺസ് ഇൻഡിസസിൻ്റെയും ഒരു കമ്പൈൻഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഇൻഡെക്സാണ് BSE ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സിൽ BSE ലാർജ് ക്യാപ്പ് ഇൻഡെക്സിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസും S&P BSE മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ടാറ്റ ടെക്നോളജി, JSW ഇൻഫ്രാസ്ട്രക്ചർ, ഇറാഡ തുടങ്ങിയ കമ്പനികളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി S&P BSE സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ സെല്ലോ വേൾഡ്, ഹൊണാൻസ കൺസ്യൂമർ അല്ലെങ്കിൽ മാമ എർത്ത്, കോൺകോഡ് ബയോടെക്, TVS ഹോൾഡിംഗ്, ബജാജ് ഇലക്ട്രിക്കൽസ്, ഹാപ്പി ഫോർജിങ്സ്, ഡോംസ് ഇൻഡസ്ട്രീസ്, അയണോക്സ് ഇന്ത്യ തുടങ്ങിയ കമ്പനികളും സ്ഥാനം പിടിച്ചു. ഈ ഇൻഡെക്സുകളിൽ ഏകദേശം 54ഓളം സ്റ്റോക്കുകളാണ് ഉണ്ടായിരിക്കുക. ഈ ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുന്നത് വഴി പാസീവ് ഫണ്ട് ഫ്ലോ ഈ സ്റ്റോക്കുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം ഇറാഡ എന്ന സ്റ്റോക്ക് 7% ഉയർന്ന് 161 ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ 138 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് 175, 200 പോലുള്ള ടാർഗറ്റുകൾ ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്